ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇവിടെ ശ്രദ്ധിക്കണം, യഹോവയായ ദൈവം പറയുന്നത്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. എന്നിട്ട് ജനങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ. ഇത് രണ്ടും ഒരാൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതിനകത്ത് പറയുന്ന ആള് വേറെ ആരുമല്ല, നമ്മുടെ ഡൽഹിയിലുള്ള കുരുവിള സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇബ്രാഹിംകുട്ടി സാറോട് ഒരു വീഡിയോ അദ്ദേഹത്തിനെതിരായിട്ട് ചെയ്തതാണ്. അന്ന് അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും മനസ്സിലായെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഞങ്ങൾക്കെതിരെ 3-4 വീഡിയോകളൊക്കെ അദ്ദേഹം ഈയിടെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വളരെ സന്തോഷം. അദ്ദേഹം ഒരു ക്രിസ്റ്റ ഡെൽഫിയക്കാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ജേക്കബ് ബത്തായി സാർക്കെതിരായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ വരുന്ന സണ്ണി മാപ്പിള എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ വരുന്ന അജിത്ത് എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ. ഇങ്ങനെ 4 പേരാണ് ഈ റസൽ മത ഉപദേശം കൂടുതലായിട്ട് പിൻപറ്റിയിരിക്കുന്നത്. ഇവരുടെ ഉപദേശങ്ങളെല്ലാം റസൽ മതമാണ്. കാരണം യേശു ക്രിസ്തു ദാസനാണ്, പുത്രനാണ് എന്ന് പഠിപ്പിക്കുക. കാരണം ദൈവം മനുഷ്യനാകുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിനെ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാന വിശ്വാസം എന്ന് പറയുന്നത്. അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവരെല്ലാം യേശുനാമക്കാരാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ അജിത് സാറിനെ ഒക്കെ കണ്ട് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിയും. ഞങ്ങൾ യേശുനാമക്കാരാണെന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ പ്രസ്താവിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു നാണമില്ല. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ധരിച്ചവരാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമം പറയുന്നതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സത്യം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോ ഇദ്ദേഹം പറഞ്ഞ വചനവിരുദ്ധത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കാനായിട്ട് പോകുന്നത്. അല്ലെ, ഇദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത് എന്താണ്? പ്രധാനമായി 2 കാര്യങ്ങളാണ് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത്. അതായത് ഏഷ്യാവ് 40:3 ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു ആഹ്വാനം, അതായത് വഴിയൊരുക്കപ്പെട്ടത് യേശുവിനല്ല, യോഹന്നാൻ വഴിയൊരുക്കിയവനുമല്ല. പ്രസ്തുത ജനങ്ങളോടുള്ള ആഹ്വാനം, അതായത് ജനങ്ങളാണ് വഴിയൊരുക്കേണ്ടത്. അപ്പം യേശയ്യാവ് 40:3 നമ്മൾ കാണുമ്പോൾ കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുകയും, അല്ലെ, യഹോവയ്ക്ക് വഴിയൊരുക്കുകയും നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി ഒരുക്കുകയും. യേശയ്യാവ് 40:3 ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് വാക്യത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ എന്താണ്? കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. യേശയ്യാവ് ഒരു കാര്യത്തെ എന്ത് ചെയ്യാണ്? പ്രഖ്യാപിക്കുകയാണ്. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് അവിടെ പ്രഖ്യാപിച്ചതാണ് അദ്ദേഹം എടുത്ത് അവിടെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ. ഭാവിയിൽ നടക്കാനിരിക്കുന്ന സംഭവത്തെ കുറിച്ച് വിളിച്ചു പറയുന്ന കാര്യം യെശയ്യാവ് തന്നെ പ്രവചന ആത്മാവിൽ പറയുകയാണ്. അപ്പൊ പ്രവചന ആത്മാവില് പറയുമ്പോൾ വിളിച്ച കാര്യം പ്രവചനാത്മാവിൽ കേട്ടുകൊണ്ട് ഏറ്റു പറയുന്നത്, അത് കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നു എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അത് മനസ്സിലാക്കുമ്പോൾ തന്നെ എല്ലാ താഴ്വരകളും നികന്നു വരും, എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ ഇത് അരുളി ചെയ്തത് എന്ന് അവിടെ കാണുന്നു. അപ്പൊ യെശയ്യാവിന്റെ പുസ്തകം 40-40 അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 4
ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്ക് ആവിത്: കർത്താവിന്റെ വഴിയൊരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും. അല്ലെ? 5-ാമത്തെ വാക്യത്തിൽ എല്ലാ താഴ്വരകളും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അല്ലേ? അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോ അതിന്റെ നിവർത്തീകരണമാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഈ എല്ലാ മലയും കുന്നും താണും വരും, വളഞ്ഞത് ചൊവ്വായും യഹോവയുടെ മഹത്വം എന്നിങ്ങനെ ഭാവി കാലത്ത് പറയുന്നത് നോക്കുമ്പോ ലൂക്കോസിന്റെ സുവിശേഷം 3:4 തന്മൂലം ഇത് എന്താണ്? പ്രവചനം എന്താണ്? നിവർത്തീകരണമാണ് അവിടെ കാണുന്നത്. അതായത് പ്രവചനത്തിൽ എന്താണ്? യഹോവയ്ക്ക് വഴിയൊരുക്കുകയും ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുകയും. അല്ലെ? അപ്പോ കുരുവിള സാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 ദൈവം ഉണ്ടാകാൻ പാടില്ല. അത് അദ്ദേഹത്തിന് കർശനമായ നിർബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? യേശുക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനും വെറും ഒരു പുത്രനുമാക്കി അദ്ദേഹം അവിടെ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് സഹിച്ചുകൂടാ. കാരണം ദൈവം മനുഷ്യനാകുന്നതിന്റെ അല്ല, 2ാമത്തെ ദൈവമായി പോകുമോ എന്നൊരു ചിന്ത അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. അല്ലെ? അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവനയിലേക്ക് അദ്ദേഹം ഓടി വന്നത്. അപ്പം വഴിയൊരുക്കപ്പെട്ടത് യേശുവിനല്ല, യോഹന്നാൻ വഴിയൊരുക്കിയവനുമല്ല. യെശയ്യാ 43 ജനങ്ങളോടുള്ള ആഹ്വാനമാണ്. അതായത് യഹോവയായ ദൈവത്തിന് വഴിയൊരുക്കേണ്ടത് ജനങ്ങളാണ്. അപ്പൊ കർത്താവിന്റെ ദൂത്. എന്നാൽ വഴിയൊരുക്കിയവനെ കുറിച്ച് 7 പ്രാവശ്യം സാക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കർത്താവിന്റെ ദൂത്. അല്ലെ? അദ്ദേഹം വേറെ ദൈവവചനമൊക്കെ എടുത്തിട്ട് ദൂതനെ കർത്താവൊക്കെ ആക്കി, അല്ലെ? മാലാഖിയുടെ പ്രവചനമൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഭാഗമൊക്കെ അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹം ദൂതനുമൊക്കെ ആയിട്ട് സാമ്യപ്പെടുത്തി യേശുക്രിസ്തുവിനെ. ഇങ്ങനെ സാമ്യപ്പെടുത്തി ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. വീഡിയോ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്ത് കാണുകയാണെങ്കിൽ നമുക്ക് കാണാം, യേശുക്രിസ്തുവിനെ അദ്ദേഹം ദൂതൻ വരെയാക്കിയുള്ള സാഹചര്യങ്ങൾ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതാണ് മക്കളെ പല അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചെത്തും. ഇവിടെ കർത്താവായ യഹോവ ഒരിക്കലുള്ള ജനത്തെ കർത്താവായ യഹോവയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ അവൻ യഹോവയ്ക്ക് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടെ നടക്കും. യെശയ്യാ പ്രവചനത്തിലുള്ളത് യഹോവയ്ക്ക് വഴിയൊരുക്കുവാനെന്നാണ്. ദൂതൻ പറയുന്നത് യഹോവയുടെ മുമ്പായി നടക്കുമെന്നാണ്. ഒരുക്കുവാനാണ് മുമ്പേ നടക്കുന്നത്. അല്ലെ? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും ഏൽപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ പറയുന്ന യേശുക്രിസ്തു, അതായത് നമ്മളിപ്പം കുരുവിള സാറിന്റെ ആ ഒരു ചിന്താഗതിയിൽ യേശുക്രിസ്തു വെറും പുത്രനാണ്, ദാസനാണ്. അല്ലെ? അപ്പം പുത്രനാണ്, ദാസനാണ്. എന്തിനാണ് ദാസന്റെയും പുത്രന്റെയും ഒക്കെ ചെരുപ്പ് അഴിക്കേണ്ട കാര്യം എന്തിനാണ് നമ്മുടെ യോഹന്നാൻ സ്നാപകന്? കാരണം അവൻ സാക്ഷാൽ ദൈവമായിരുന്നത് കൊണ്ടാണ് ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കുരുവിള സാറിന് അതൊന്നും പറ്റത്തില്ല. കാരണം അതൊക്കെ തെറ്റാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയിലൊക്കെ അദ്ദേഹം പരാമർശിച്ചത്. കാരണം ഞങ്ങൾക്കെതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ എങ്കിലും അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. കാരണം യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം. പണ്ട് തന്നെ അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യവും സത്യവും അത് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അപ്പൊ മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, മലാഖിയുടെ പുസ്തകം അല്ലെ
മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 4-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പനമ്മമാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ യേശുവിന്റെ വാക്യങ്ങളിൽ എന്താണ് അത് അടങ്ങിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ: എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. അവരുടെ മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അല്ലേ? 17, 12, 13 വായിക്കുമ്പോൾ അവിടെ അവൻ യോനാ ശാപനെ കുറിച്ചാണ് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? അപ്പം അവിടെ മനസ്സിലാക്കണം എന്താണ്? ദൈവത്തിന് പാതയൊരുക്കുവാൻ വന്നത് യോഹന്നാൻ സ്നാപകനായിരുന്നു. അതായത് യഹോവയായ ദൈവത്തിന് പാതയൊരുക്കാൻ വന്നത് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടത് കൊണ്ട് യേശു എന്ന പേര് അവന് ഇടണം. അല്ലെ? അപ്പൊ ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു എന്ന പേര് അവന് ഇടണമെന്ന് പറഞ്ഞത്. അപ്പൊ ദൈവം മനുഷ്യനാവുമ്പോൾ ആ പേര്, അല്ലെ, ആ പേര് എന്തിനാണ് കൊടുത്തതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആരാധകരണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിന് അല്ലെങ്കിൽ രക്ഷാ പരിജ്ഞാനം കൊടുക്കുവാൻ നീ യഹോവയുടെ മുമ്പായി നടക്കും. അല്ലെ? അപ്പൊ വരുന്നത് ദൂതനല്ല. പല പഠിപ്പീരുകളിലും അവർ പറയുന്നത് എന്താണ്? ദാസനാണ് വന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് വന്നത് എന്നൊക്കെയാണ് അവര് പ്രധാനമായിട്ട് അവർ പഠിപ്പിക്കുന്നത്. വെറും പുത്രൻ വന്നു എന്നൊക്കെ അവരിങ്ങനെ പല കാലങ്ങളായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെ? നമുക്കറിയാവുന്ന, അല്ലെ, നമ്മുടെ 3-ാം അധ്യായം, മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അവിടെ എഴുതിയിട്ടുണ്ട്: എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടത് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്നെ മന്ദിരത്തിലേക്ക് വരും. അപ്പൊ അവിടെ ഒരു ദൂതനെ കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഈ ദൂതൻ യേശുക്രിസ്തു എന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ദൂതൻ യേശുക്രിസ്തു ആണോ? അല്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരുമുണ്ട്. യേശുക്രിസ്തു അല്ലെങ്കിൽ എന്താ പറയുക, പ്രധാന ദൂതനായ മിഖായേലാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പ്രധാന ദൂതനായ മിഖായേൽ മനുഷ്യനായിട്ട് വന്നതാണെന്ന് വരെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം കോട്ട് ചെയ്തെടുത്തതാണ് ഫിലാഡൽഫിയയുടെ ഈ പറയുന്ന സിദ്ധാന്തം എന്ന് വളരെ 100% നമുക്ക് ഉറപ്പാണ്. അല്ലെ? 100% നമുക്ക് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് എനിക്ക് പറയുവാനുള്ള കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി പഠിക്കണം. പഠിക്കാതെ ഒരു കാര്യങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യങ്ങളില്ല. യേശുക്രിസ്തു എന്താണെന്നും ഇവൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതും, അല്ലെ? ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത് എന്തിനാണ്? അല്ലേ? നമ്മൾ എബ്രായർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അവിടെ കാണുന്നു? ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്ന മനുഷ്യൻ, അതായത് ദൈവപുത്രനായ യേശു എന്നാണ് നമ്മൾ പലരും വിളിക്കുന്നത്. പക്ഷെ പുത്രത്വം എന്തിനെയാണ് കാണിക്കുന്നത്? പുത്രത്വം അവന്റെ വീണ്ടെടുപ്പിനെ, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് പുത്രത്വം കാണിക്കുന്നത്. അപ്പൊ പുത്രത്വം കാണിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? ദൈവം ദൂതന്മാരെക്കാൾ താഴ്ച വന്ന മനുഷ്യനായിട്ട് വെളിപ്പെട്ടെന്ന് എബ്രായർ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അല്ലെ?
ദൈവത്തിന്റെ ദേഹത്തെ കുറിച്ച് പറയുന്നു 1 പത്രോസ് 2:24 പറയുന്നു. ദേഹിയെ കുറിച്ച് പറയുന്നു മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. ആത്മാവിലുള്ള പാപരഹിതനായ ഏക മനുഷ്യൻ 1 യോഹന്നാൻ 3:5 പറയുന്നു. അപ്പൊ ദൈവം മനുഷ്യനായി തീർന്ന എന്താണ്? സംഖ്യാപുസ്തകത്തിൽ പറയുന്നു, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല. അപ്പം മനുഷ്യപുത്രനായിട്ട് വെളിപ്പെടുകയായിരുന്നു അല്ലെ? പരിശുദ്ധാത്മാവിനാൽ ഉൽപാദമായി മനുഷ്യനായിട്ട് വെളിപ്പെട്ടു എന്നുള്ളതാണ് ഉൽപാദിതമായി എന്നുള്ള ആ വാക്കുകൊണ്ട് മത്തായിയുടെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുക. ഇങ്ങനെയുള്ള പഠിപ്പീരുകൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തകർത്തുകൊണ്ടിരിക്കും. കാരണം യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ള പഠിപ്പീരുകൾ അല്ലെ? യേശുക്രിസ്തു ദൈവമാണെന്ന് തന്നെയാണ് തോമസ് അപ്പോസ്തലൻ വിളിച്ചു. എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ. ഒരു യഹൂദൻ അങ്ങനെ വിളിക്കുകയല്ല, അവനൊരു യഹൂദനാണ്, അവൻ വിളിച്ചു അല്ലെ? അവന് ഏക ദൈവമേ ഉള്ളൂ അല്ലെ? ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് 10 കൽപ്പനകളിൽ അവരുടെ പഴയ നിയമ അപ്പോസ്തലനായ മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ രണ്ടാമത്തെ ദൈവമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ ദൈവവും എന്റെ കർത്താവുമായുള്ളൂ എന്ന് വിളിക്കുമോ? ആ ദൈവം മനുഷ്യനായതുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ അങ്ങനെ വിളിച്ചത്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.